അവര് വന്നല്ലോ. ആ വാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം സെറ്റാണ് മാഡം. പതിവ് പോലെ പൂജയ്ക്ക് മഹാദേവൻ തിരുമേനി തന്നെയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം കാത്തു നിൽക്കുക. നമ്മുടെ കമ്പനിയിൽ പുതിയ മെഷീൻസ് വന്നപ്പോഴൊക്കെ തിരുമേനി തന്നെ അതിന്റെ തുടക്കം കുറിച്ചിട്ടുള്ളത്. വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. വാ. ആ. ആ, പാടോ. സർ, ഇപ്പൊ വേണമെങ്കിൽ സമയമുണ്ട്. ഒന്നുകൂടി ഒന്ന് ആലോചിക്കാമോ? ആലോചിക്കാൻ സമയമുണ്ട്, പക്ഷേ നമ്മൾ ആലോചിക്കുന്നില്ല കേട്ടാ. വായിക്കോട്ട് വരാൻ. നമസ്കാരം തിരുമേനി. നമസ്കാരം. കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്നാവട്ടെ, എപ്പോഴും നന്നാവട്ടെ. തിരുമേനി, പൂജ ആരംഭിച്ചൂടെ? അതിന് തടസ്സമൊന്നുമില്ല. നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നല്ലോ. എങ്കിൽ പിന്നെ ആദ്യം വിളക്ക് കൊളുത്താം. നീ കൊടുത്ത്. സൂര്യ ചെല്ല്. നന്ദിനി വാ. വാ, മോളും കൂടെ ചെല്ല്. മാത്രം എന്താ ഇത്രയും പ്രാർത്ഥിക്കാനുള്ള? ആളുകളെ കാണിക്കാൻ വേണ്ടി, അല്ലാതെന്തോ. സ്വിച്ച് ഓൺ കർമ്മത്തിന് ഇനി ഒരു 5 മിനിറ്റ് കൂടിയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വിജയ്, എല്ലാം ഓക്കെ അല്ലേ? ഒരു പ്രശ്നവുമില്ല. താൻ ചുമ്മാ നിന്ന് കണ്ടാ മതി. വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്.
നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് പേരുകേട്ട വളരെയധികം കമ്പനികൾ നമ്മളോടൊപ്പം യോജിച്ച് പ്രവർത്തിക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. സോ അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമ്മൾ കൂട്ടിയേ പറ്റൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പുതിയ മിഷനറി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കമ്പനി ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ കാരണം കഠിനാധ്വാനം മാത്രമാണ്. എൻ്റെ അച്ഛൻ ആരംഭിച്ച ഈ കമ്പനി ഇതിനിടയിൽ ചെറിയ തളർച്ചകളൊക്കെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ കമ്പനിയുടെ തലപ്പത്തെത്തിയതിനു ശേഷം ഒരിക്കൽ പോലും ഒരു വീഴ്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കമ്പനിയിലെ എല്ലാ ഉയർച്ചകൾക്കും കാരണം എൻ്റെ അശ്രാന്ത പരിശ്രമവും കഠിനമായ അധ്വാനവും കൊണ്ട് തന്നെയാണ്. ചില പൊടിക്കൈകളൊക്കെ കൊണ്ടുവന്ന് കമ്പനിയിൽ ചില മാറ്റങ്ങളൊക്കെ നടത്തിയെന്ന് കരുതിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഓരോ പേപ്പറുകളിലും ഇവിടെ നിന്നിറങ്ങുന്ന ഓരോ പ്രോഡക്റ്റുകളിലും സൂക്ഷ്മമായി എൻ്റെ ശ്രദ്ധ പതിയണമെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇത് എൻ്റെ അഹങ്കാരമൊന്നുമല്ല, എൻ്റെ വിജയമാണ്, എൻ്റെ കോൺഫിഡൻസ് ആണ്. സർ സർ എന്താ? ഞാൻ ഓറിജിൻ സെക്ഷനിൽ ഇന്നലെ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഓ, ഇവിടെ വന്നപ്പോ എല്ലാരും സാറിനെ കുറിച്ചാ പറഞ്ഞത്. സാറിന്റെ പെരുമാറ്റം, ഇടപഴകുന്ന രീതി, സാറിന്റെ സ്നേഹം. പിന്നെ സാറിന്റെ സ്നേഹം, സത്യം പറഞ്ഞാ സാറിനെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുവായിരുന്നു ഞാൻ. സാറ് സംസാരിക്കുന്നില്ലേ? അമ്മ സംസാരിക്കല്ലേ കുട്ടി, അത് കേക്ക്.